സോ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വന്ന ലേറ്റസ്റ്റ് ഗ്രാനൈറ്റ്, അതായത് ലപ്പാട്ടോ ഫിനിഷ് ഉള്ള 5 പുതിയ ഗ്രാനൈറ്റ്സ് ഈ ടൈൽസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഗ്രാനൈറ്റ്സ് നമ്മൾ ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്യാറില്ല. ഗ്രാനൈറ്റ്സ് നമ്മൾ ഡിസ്പ്ലേ ഇടുന്നത് എപ്പോഴും യാർഡിലാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് യാർഡിൽ പോയി അതിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് ചെയ്യാം അതിൻ്റെ റിവ്യൂ. പൊതുവേ ഐവി ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രാനൈറ്റ് നിരുത്സാഹപ്പെടുത്താറുണ്ട് കസ്റ്റമേഴ്സിനെ. പക്ഷെ അത് പോളിഷ് ഫിനിഷ് മാത്രമാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ നിരുത്സാഹപ്പെടുത്താറുള്ളത്. കാരണം പോളിഷ് ഫിനിഷസ് ഇപ്പോൾ വരുന്നത് ഒന്നും ഇപ്പോഴത്തെ കാലാവസ്ഥയിലോ ഇപ്പോഴത്തെ ക്വാളിറ്റി വെച്ച് അതൊന്നും ലാസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഗ്രാനൈറ്റ് ഇൻ ദ ഫോം ഓഫ് ലപ്പാട്ടോ ഫിനിഷ്, ഇൻ ദ ഫോം ഓഫ് ഫ്ലെയിംഡ് ഫിനിഷ്, ഗ്രാനൈറ്റ് ഈസ് ഇർറിപ്ലേസബിൾ. ഐ മീൻ ആ ഒരു ഫിനിഷിൽ മാത്രമേ, ഈ രണ്ട് പറഞ്ഞ ഫിനിഷിൽ മാത്രമേ ഗ്രാനൈറ്റ് നിങ്ങൾ ഉപയോഗിക്കാവൂ. ഈ രണ്ട് ഫിനിഷിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഗ്രാനൈറ്റ് ഉപയോഗിക്കാം ധൈര്യമായിട്ട്. പക്ഷേ പോളിഷ് ഫിനിഷ്, ഐ അഗെയിൻ റിക്വസ്റ്റ്, പോളിഷ് ഫിനിഷ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഫുൾ ബോഡി വിട്രിഫൈഡ്സിനകത്ത് ഇഷ്ടംപോലെ കളക്ഷൻസ് എല്ലാ മേജർ ബ്രാൻഡ്സിലും ഉണ്ട്. അതിൻ്റെ ഷോറൂംസ് വിസിറ്റ് ചെയ്ത് അത് മാക്സിമം അത് കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇപ്പം നമ്മൾ യാർഡിലോട്ട് ചെല്ലും, നേരിട്ട് മെറ്റീരിയൽ കണ്ട് റിവ്യൂ ചെയ്യാം. വളരെ ഷോർട്ട് വീഡിയോ ആയിരിക്കും, വളരെ ക്രിസ്പ് വീഡിയോ ആണ്. നിങ്ങൾ പുതിയ വീട് വെക്കുന്നുണ്ട്, ഗ്രാനൈറ്റ് സിറ്റ് ഔട്ടിലും സ്റ്റെയർ കേസിനും നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾ കാണണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും വീട് വെക്കുന്നുണ്ടെങ്കിൽ കീപ് പോസ്റ്റഡ്. സീ യു അഗൈൻ. നമ്മുടെ ആദ്യത്തെ ഗ്രാനൈറ്റ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്, ഇതിൻ്റെ പേരാണ് ബ്രസീൽ ബ്രൗൺ. ബ്രസീൽ ബ്രൗണിനകത്ത് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒഴുകി പോകുന്ന ലൈൻസ് ആണ്, ഡയഗണലിയാണ് ഇത് ഒഴുകി പോകുന്നത്. എന്നിട്ട് ഇതിനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ പക്ഷേ നമുക്ക് ഇതിനകത്ത് ലപ്പാട്ടോ ഫിനിഷ് ഫീൽ ചെയ്യാം. ഒരുപാട് ഡെപ്ത് ഇല്ല, കൂടുതലും ഇതൊരു പോളിഷ് ഫിനിഷ് എന്ന് വേണേൽ പറയാം. പക്ഷേ ഇതിനകത്ത് ലപ്പാട്ടോ ആണ് ഇത് ചെയ്തേക്കുന്നത്. പക്ഷേ പോളിഷ് ലെവൽസ് ആണ് ഇതിനകത്ത് കൂടുതൽ. അപ്പം നല്ല വേറെ ലപ്പാട്ടോ നമുക്കുണ്ട്, അതിനകത്ത് പോളിഷ് ലെവൽസിനെക്കാട്ടിലും കൂടുതൽ കാർവിങ്ങിൻ്റെ ലെവൽസ് ആയിരിക്കും. ഇതിനകത്ത് പോളിഷ് ലെവൽ കൂടുതലാണ്. അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ റൂംസിലേക്ക് യൂസ് ചെയ്യാം. ഈവൻ ഇത് കൗണ്ടർ ടോപ്പ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. റെഗുലർ കിച്ചൺ കൗണ്ടർ ടോപ്പ് അല്ല, അതർ കൗണ്ടർ ടോപ്സ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. കാരണം അത്രയും പോളിഷ് ഫിനിഷ് ഇതിനകത്തുണ്ട്. സോ ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ, കൺസിസ്റ്റന്റ് ആണ്. ഇതിനകത്ത് പാച്ചസോ ഗ്രെയിൻസോ വേറെ ലൈൻസോ ഒന്നുമില്ല. വളരെ ക്ലീൻ മെറ്റീരിയൽ ആണ്. രാജസ്ഥാനിലെ കട്ടേഴ്സിലെ കട്ടിംഗ് ആണ്. ഇപ്പം പൊതുവേ ബാംഗ്ലൂരിലെ കട്ടിംഗ് മെഷീൻസ് അല്ലെങ്കിൽ ബാംഗ്ലൂർ ഫാക്ടറീസിൽ നിന്ന് വരുന്നതിനെക്കാട്ടിലും കൂടുതൽ വിശ്വസ്തത ഇപ്പം മാർക്കറ്റിൽ രാജസ്ഥാനിലെ ഫാക്ടറിയിൽ നിന്ന് വരുന്ന മെറ്റീരിയൽസിനുണ്ട്. അപ്പോൾ ഇത് രാജസ്ഥാനിൽ നിന്ന് വന്ന മെറ്റീരിയൽ, ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയൽ, നല്ല വെറ്റഡ് ഫാക്ടറീസ് ആണ്. സോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഔട്ടിലേക്ക് ഇടാനും സ്റ്റെയർ കേസ് ചെയ്യാനും ബെസ്റ്റ് ആണ്. കാരണം 3 feet സ്ലാബ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റെയർ കേസ് 3 feet ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വേസ്റ്റേജും ഇല്ല. ഇതിനകത്ത് ഒരു പീസിൽ നിന്ന് തന്നെ 10ഓളം പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ പറഞ്ഞത് എല്ലാ സ്ലാബ്സിനും ആപ്ലിക്കബിളാണ്. നമ്മൾ അങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്ന വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ്. പ്രൈസ് വളരെ കുറവാണ്. നിങ്ങൾ ഏത് കടയിൽ, നമുക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് എവി ടൈൽസിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു 5 കടയിൽ കയറി ഇതേപോലത്തെ ലപ്പാട്ടോ ഫിനിഷസിന്റെ പ്രൈസ് തിരക്കിയിട്ട് പോവാ, ഇത് ഇവിടുത്തെ പ്രൈസ് അതിനെക്കാട്ടിലും കുറവായിരിക്കും. മാനേജ്മെന്റ് പോളിസിയാണ് പ്രൈസ് വീഡിയോയിൽ പറയുന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ ലോ പ്രൈസ് ആണ്, ഗ്രേറ്റ് വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കണ്ടുപോകാം. അടുത്ത നമ്മുടെ ലപ്പാട്ടോ സ്ലാബ്, നമുക്കിപ്പോൾ വന്നേക്കുന്ന ലപ്പാട്ടോ സ്ലാബ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലപ്പാട്ടോ സ്ലാബ്. ഇത് നിങ്ങൾക്ക് മിക്ക കടയിലും കാണാൻ കിട്ടും. കോർഡ ബ്ലാക്ക് എന്നാണ് ഈ ബ്ലാക്കിന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലപ്പാട്ടോ സ്റ്റീൽ ഗ്രേയുടെ കുറച്ചുകൂടി ഒരു ഡാർക്കർ വേർഷൻ എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയാം, നമുക്ക് ഇതിനകത്ത് ഡയഗണൽ ലൈൻസ് അല്ല പോകുന്നത്, പെബിൾസിന്റെ പാറ്റേൺ ആണ് വരുന്നത്. ജനറലി ഗ്രാനൈറ്റിന്റെ ക്ലാസിക് പാറ്റേൺ എന്തുവാണോ വരുന്നത് അതാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതിനകത്തും കൂടുതലും പോളിഷ് സർഫേസാ, നല്ല ഡെപ്സ്. ബ്രസീലിനെക്കാട്ടിലും കൂടുതൽ ഇതിനകത്ത് കാർവിംഗ് ഗ്യാപ്സ് ഉണ്ട്. പക്ഷേ പൊതുവെ നോക്കുവാണെങ്കിൽ ഇത് നോർമലാണ്. ഇതിനകത്ത് പോളിഷ് സർഫേസും ഇതും 50-50 ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ അഗെയിൻ വെരി ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ, വളരെ കൺസിസ്റ്റന്റ് ആണ്. ഇതിനകത്ത് ഇവിടെ ഒരു വെയിൻ പോകുന്നുണ്ട്, പക്ഷേ ആ വെയിൻ്റെ കളർ ഓൾമോസ്റ്റ് ബോഡിയുടെ കളറുമായിട്ട് മാച്ചിങ് ആണ്. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഈ കൂട്ടത്തിൽ വന്ന സ്ലാബ്സിൽ നിലവിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള പൊതുവെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള മെറ്റീരിയലാണ് കോർഡ ബ്ലാക്ക്. കാരണം കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിന് പ്രത്യേകിച്ച് ഒരു കളർ സ്കീം ഇല്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ഇടാൻ ഏറ്റവും കൂടുതൽ കോൺട്രാക്ടേഴ്സ് ആഗ്രഹിക്കുന്ന ഒരു മെറ്റീരിയലാണ് കോർഡ ബ്ലാക്ക്. സോ കോർഡ ബ്ലാക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ചെയ്യാം. പിന്നെ വീടിൻ്റെ കൺസെപ്റ്റ് ഗ്രേ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഇർറിപ്ലേസബിൾ മെറ്റീരിയൽ ആണ്. സോ കോർഡ ബ്ലാക്ക് ഫോർ യു. അഗെയിൻ പ്രൈസ് വളരെ ലോ ആണ്. വേറെ എവിടെ മാർക്കറ്റിന് കിട്ടാൻ കുറഞ്ഞ പ്രൈസിന് കോർഡ ബ്ലാക്ക് എവി ടൈൽസ് ആൻഡ് സാനിറ്ററിയിൽ നിന്ന് കിട്ടും. സോ നമ്മുടെ അടുത്ത ഗ്രാനൈറ്റ്, ലപ്പാട്ടോ ഗ്രാനൈറ്റ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ആപ്പിൾ സീൻ എന്നാണ് ഇതിൻ്റെ പേര്. അഗെയിൻ രാജസ്ഥാൻ കട്ടറിയിൽ നിന്ന് വരുന്ന മെറ്റീരിയലാണ്. പക്ഷേ ബാംഗ്ലൂരിലെ മെറ്റീരിയലാണ്. വളരെ കണ്ടംപററി കളറാണ് ഈ ഗ്രാനൈറ്റിനുള്ളത്. കണ്ടംപററി കളർ എന്ന് പറയുമ്പോൾ ടോപ്പ് എന്ന് പറയുന്ന ഒരു കളറാണ്. ഇതിൻ്റെ ഈ കളറിൻ്റെ പേര് ടോപ്പ് എന്നാണ്, TAUP എന്നാണ് പറയുന്നത്. ഇപ്പോൾ കണ്ടംപററി ഇതിനകത്ത് വരുന്ന കജാരിയുടെ പല ടൈൽസും ടോപ്പ് കളറിലാണ് വരുന്നത്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലാപ്പിസ് മർഫിൽ ആൻഡ് ലാപ്പിസ് ടോപ്പെ എന്ന് പറയുന്ന ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള കജാരിയുടെ ഒരു ടൈലുണ്ട്. അത് എല്ലാ സൈസിലും അവൈലബിൾ ആണ്. അത് 6x4 4x2 4x2 കാർവിംഗ് ഫിനിഷ് ഉണ്ട്,
പോളിഷ് ഫിനിഷ് ഉണ്ട്. അത് 160/80 കാർവിങ്ങും പോളിഷിലും ഉണ്ട്. അപ്പം നമുക്ക് അപ്പം തന്നെ അറിയാം ഒരു കമ്പനി പല സൈസിൽ ഒരു ഐറ്റം ഇറങ്ങുമ്പോൾ എത്ര പോപ്പുലർ ആയിരിക്കും. സോ ടോപ്പ് കളറിലെ ഏറ്റവും പോപ്പുലർ ടൈൽസ് ആണ്. സോ ആ ഒരു കളർ സ്കീം നമുക്ക് ഇതിനകത്ത് കിട്ടും. വളരെ കണ്ടംപററി കളറാണ്, ഈ കാലഘട്ടത്തിന്റെ കളറാണ്. നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്കും അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ബ്രസീലൊക്കെ നമുക്ക് പോയ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കളേഴ്സാണ്. 90-കൾ മുതലേ നമ്മൾ കണ്ടുകൊണ്ട് വരുന്ന കളേഴ്സാണ്. പക്ഷേ ഇതൊക്കെ പുതിയ കളേഴ്സാണ്. ഇത് അന്ന് അത്രയും പോപ്പുലർ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിന്റെ പോപ്പുലാരിറ്റി വളരെയധികം കൂടിയിട്ടുണ്ട്. ഇതിന്റെ സർഫേസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ 50-50 ആണ്. 50 പോളിഷ് സർഫേസും 50 കാർവിംഗും ആണ്. അതായത് അകത്തോട്ട് നമുക്ക് ഡെപ്ത് ഉണ്ട്. വളരെ നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ആ ഒരു കണ്ടംപററി കളേഴ്സ് വെച്ചാണ് നിങ്ങൾ ഇന്റീരിയർ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ മെറ്റീരിയൽ നേരിട്ട് കാണണം. നമുക്ക് മൊബൈലിനകത്ത് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാനും ലൈറ്റ്സ് ക്യാപ്ചർ ചെയ്യാനും. കാരണം ഇവിടെ ഒരു ഹാർഡ് റെഡ് കളർ ഉണ്ട്. അപ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ ഇതിനകത്തോട്ട് വരുന്നുണ്ട്. നേരിട്ട് വന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. വർക്ക് അണ്ടർ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്കിനി അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകാം. സോ നമ്മുടെ അടുത്ത ഗ്രാനൈറ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതാണ്. ദേവഡ എന്നാണ് ഈ ഗ്രാനൈറ്റിന്റെ പേര്. സോ അഗെയിൻ നമ്മൾ ഇതിന് മുമ്പ് കണ്ട ആപ്പിൾ സീന്റെ അതേ കളർ പ്രൊഫൈലാണ്. ടോപ്പ് കളർ ഫാമിലിയിൽ വരുന്ന മെറ്റീരിയൽ. ഓൺലി തിങ് ഈസ് ഇതിന്റെ ഫ്ലവർ കുറച്ചുകൂടെ വലുതാണ്. അപ്പം നമുക്ക് ആപ്പിൾ സീനകത്ത് ഫ്ലവർ വളരെ ചെറുതായിരുന്നു ഗ്രെയിൻസ്. പക്ഷേ ഇതിന്റെ ഫ്ലവർ നല്ല വിടർന്ന ഫ്ലവേഴ്സ് ആണ്. അതുമല്ല ഇതിനകത്ത് ഒരു ടോപ്പും ബ്ലാക്കിന്റെ ഒരു 50-50 മിക്സർ ഉണ്ട്. പക്ഷേ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അഗെയിൻ സർഫേസ് പ്രൊഫൈലിനകത്ത് 50-50 ആണ്. അതായത് 50% പോളിഷ് ലെവൽസും 50% നമുക്ക് ക്രെവിസസും ഉണ്ട്. അപ്പം വളരെ സ്മൂത്ത് ആണ്. അഗെയിൻ നമുക്ക് കൗണ്ടർ ടോപ്സിന് യൂസ് ചെയ്യാം, സ്റ്റെയർ കേസിന് യൂസ് ചെയ്യാം, സിറ്റ് ഔട്ടിന് യൂസ് ചെയ്യാം. ഫ്രണ്ട് പില്ലറിന്റെ ക്ലാഡിങ്, പാർഷ്യൽ ക്ലാഡിങ്ങും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും യൂസ്ഫുൾ. ഈ കാണുന്ന സ്ലാബ്സ് എല്ലാം 3 ഫീറ്റ് ആണ്. എല്ലാം മിനിമം 9 ഫീറ്റ് 8 to 9 ഫീറ്റ് ലെങ്ത് ഉണ്ട്. നമുക്ക് നല്ല കട്ടിങ്, നല്ല പീസസ് കിട്ടും. വളരെ പ്രീമിയം മെറ്റീരിയലാണ്. ഒരു കോട്ട്സ് പാച്ചസോ ലൈൻസോ ഒന്നും ഇതിനകത്തില്ല. വളരെ ക്ലിയർ മെറ്റീരിയലാണ്. പ്രൈസും ഏറ്റവും കുറവാണ്. നിങ്ങൾക്ക് എവിടെയും ചെക്ക് ചെയ്യാം. ദേവഡ എന്ന് പറയുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് നേരിട്ട് ഷോറൂമിൽ വന്ന് കാണാം. കാരണം ഈ കളർ പ്രൊഫൈൽസ് ഒരു പക്ഷേ സ്ക്രീനിനകത്ത് കറക്റ്റായിട്ട് വരത്തില്ല. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ മെറ്റീരിയലാണ്. ഇതാണ് ദേവഡ. വന്നതിൽ ഏറ്റവും ചെറിയ ലോട്ട് നമുക്ക് ഇതാണ് വന്നേക്കുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ ഐ തിങ്ക് ഇത് നമുക്ക് കൂടുതൽ എടുക്കേണ്ടി വരും. കാരണം വളരെ നല്ല എൻക്വയറി ഈ മെറ്റീരിയലിന് ഇപ്പോൾ തന്നെ ഉണ്ട്. ഇനി നമ്മുടെ 5ാമത്തെ സ്ലാബാണ് ലപ്പാട്ടോ സ്ലാബ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇതിന്റെ പേര് പി വൈറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ എസ് വൈറ്റ് നമുക്കറിയാം, വളരെ ഫെമിലിയർ മെറ്റീരിയലാണ്. നമുക്ക് ബാംഗ്ലൂരിലെ മെറ്റീരിയലാണ്. പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ വരുന്ന മെറ്റീരിയലാണ്. പക്ഷേ ഇതിന്റെ കട്ടിങ്ങും പ്രോസസ്സിങ്ങും രാജസ്ഥാൻ ഫാക്ടറീസിൽ നിന്നാണ്. അപ്പോൾ അതിന്റെ കൂടെ ഒരു അഡീഷണൽ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യാൻ പറ്റും. എസ് വൈറ്റിനകത്ത് ഫ്ലവേഴ്സ് എപ്പോഴും ചെറുതായിരിക്കും, ബ്ലാക്കിന്റെ അളവ് കൂടുതലായിരിക്കും. ഈ വൈറ്റിനകത്ത് ഫ്ലവേഴ്സ് വലുതായിരിക്കും, പക്ഷേ ബ്ലാക്ക്സ് നില്ലാണ്. അതിന് പകരം നമുക്കൊരു ഗ്രേ ടോപ്പ് കളറാണ് ഇതിനകത്ത് സെക്കൻഡ് ഗ്രെയിൻ ആയിട്ട് വരുന്നത്. സോ പൊതുവേ ഈ ടൈല് ഭയങ്കര ബ്രൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ മിക്ക വീടുകളിലും വൈറ്റ് കളർ അല്ല ബ്രൈറ്റ് കളർ ടൈൽസ് ആണ് ഇടുന്നത്. പക്ഷേ കുറച്ച് വീടുകളുണ്ട്, വീട്ടുകാരുണ്ട്, അവർക്ക് ഡാർക്ക് ടൈൽസ് ഇടാൻ ഒരു ആഗ്രഹം കാണും. ഫ്ലോറിൽ നമുക്കൊരു ഡാർക്ക് ബ്രൗൺ ഇടണം, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രേ ടൈൽ ഇടണം. അങ്ങനെ ഇടുന്ന കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഡാർക്ക് ഫ്ലോറിങ്ങിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസോ സിറ്റ് ഔട്ടോ കൗണ്ടർ ടോപ്സോ ആയിട്ട് ലൈറ്റ് മെറ്റീരിയൽസ് കിട്ടാറില്ല. നേച്ചറിൽ കിട്ടാറില്ല. കജാരിയ വിട്രോണൈറ്റിൽ ഇഷ്ടംപോലെ സ്ലാബ്സ് ഉണ്ട് ലൈറ്റ് കളേഴ്സ്. പക്ഷേ നേച്ചറിൽ ലൈറ്റ് കളർ ഗ്രാനൈറ്റ്സ് വളരെ കുറവാണ്. ഗ്രാനൈറ്റ്സിൽ എപ്പോഴും ഹെവി കളേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെ റെയർ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസിൽ ഒന്നാണ് പി വൈറ്റ്. പി വൈറ്റ് പോളിഷ് ഫിനിഷ് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല ആർക്കും. പക്ഷേ ലപ്പാട്ടോ ഫിനിഷിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മെറ്റീരിയൽ എടുക്കാം. ഇനി ഇതിന്റെ ഫ്ലെയിംഡ് ഫിനിഷ് ഉണ്ട്. പക്ഷേ നമ്മൾ ഫ്ലെയിം ഫിനിഷ് കടയിൽ സ്റ്റോക്ക് ചെയ്യാറില്ല, അഗെയിൻസ്റ്റ് ഓർഡർ എടുക്കാറുള്ളൂ. സോ ഇതാണ് നിങ്ങൾക്ക് പി വൈറ്റ്. പി വൈറ്റ് അഗെയിൻ 3 ഫീറ്റ് 9 ഫീറ്റ് പ്രൊഫൈലാണ്. വിച്ച് മീൻസ് വേസ്റ്റേജ് ഇല്ലാതെ സ്റ്റെയർ കേസ് നിങ്ങൾക്ക് ചെയ്യാം. ഫ്രണ്ട് സിറ്റ് ഔട്ടിൽ സ്റ്റെപ്പിന് നിങ്ങൾക്ക് ജോയിന്റ് വരത്തില്ല. സിറ്റ് ഔട്ടിൽ ഇടാം, ക്ലാഡിംഗ് ചെയ്യാം, ഫ്രണ്ട് പില്ലർ പാർഷ്യൽ ക്ലാഡിംഗ് ചെയ്യാം. സോ ബേസിക്കലി ഈ 4 പോർഷൻസിനെ നമ്മൾ ഫ്ലെയിംഡ് ഗ്രാനൈറ്റ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. നല്ല മെറ്റീരിയലാണ്. ശരിക്കും പറഞ്ഞാൽ വീട് ഹോളും എല്ലാം നിങ്ങൾക്ക് കോമൺ ഏരിയാസ് വിരിക്കാം, ബെഡ്റൂംസ് വിരിക്കാം. പക്ഷേ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഈ പറഞ്ഞ സ്ഥലങ്ങൾക്ക് ഇത് ഒതുക്കി നിർത്തുന്നതാണ് ഗ്രാനൈറ്റിന്റെ ഒരു ഭംഗി. പക്ഷേ നിങ്ങൾ ലപ്പാട്ടോ വെച്ച് നിങ്ങൾക്ക് വീടിന്റെ ഫ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് ഡാർക്ക് ലൈറ്റ് കോമ്പിനേഷനിൽ ഡെഫിനറ്റ്ലി ഇത് വെച്ചും ചെയ്യാം. സോ ദർ ഇറ്റ് ഈസ് 5 പുതിയ മെറ്റീരിയൽ ഗ്രാനൈറ്റ് ഹെവി ടൈൽസ് ആൻഡ് സാനിറ്ററിയിൽ ഇറങ്ങിയിട്ടുണ്ട്. പ്രൈസസ് ഞാൻ വീണ്ടും പറയാം, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസസാണ്, ഏറ്റവും അട്രാക്റ്റീവ് പ്രൈസസാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ വീട് അണ്ടർ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വന്ന് ഇത് ചെക്കൗട്ട് ചെയ്യണം. തട്ടാമല ജംഗ്ഷൻ കൊല്ലത്താണ് സ്ഥാപനം. ഇവിടുന്ന് ജസ്റ്റ് 1 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ വെയർഹൗസ്. ഇവിടെ വന്നാൽ ഈ മെറ്റീരിയൽസ് നേരിട്ട് കാണാം. വേണമെങ്കിൽ നിങ്ങൾക്ക് സാമ്പിൾസും കൊണ്ടുപോകാൻ പറ്റും. സോ കീപ് പോസ്റ്റഡ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസും ആരെങ്കിലും അണ്ടർ കൺസ്ട്രക്ഷൻ വീഡിയോ പ്രൊജക്ട്സോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ അവരുമായിട്ട് ഷെയർ ചെയ്യണം. ലൈക്സും കമൻസും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനേക്കാളും നല്ല കണ്ടന്റുമായിട്ട് കാണാം. കീപ് പോസ്റ്റഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.